വാഗൺ ട്രാജഡി. കഥ എഴുതിയത് ദീപു കാട്ടൂർ. ഓട്ടോയിൽ നിന്നിറങ്ങി ബസ് സ്റ്റാൻഡിൽ പുറപ്പെടാൻ ഒരുങ്ങി നിന്ന ബസ്സിലേക്ക് ഓടിക്കയറുമ്പോൾ ബസ്സിൻ്റെ ബോർഡിലേക്ക് നോക്കാൻ പോലും ശാലിനി മറന്നിരുന്നു. ടിക്കറ്റുമായി കണ്ടക്ടർ അടുത്തു വന്നപ്പോഴാണ് അവൾ അത് ഓർത്തത് തന്നെ. അടുത്ത സീറ്റിലെ യാത്രക്കാരി പറഞ്ഞ അതേ സ്ഥലത്തേക്ക് തന്നെ അവളും ടിക്കറ്റ് വാങ്ങി. തനിക്ക് പോകേണ്ടതിൻ്റെ എതിർദിശയിലേക്കാണല്ലോ ഈ ബസ് തന്നെയും കൊണ്ടുപോകുന്നത് എന്നത് അവളെ അമ്പരപ്പിച്ചതേയില്ല. കാരണം അവളുടെ ജീവിതം ഏതാണ്ട് എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നല്ലോ. അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്ന ചിന്ത മാത്രമായിരുന്നു അവളിൽ അന്നേരം ഉണ്ടായിരുന്നത്. തൻ്റെ ജീവിതത്തിലെ ഒരു കാര്യവും തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചായിരുന്നില്ല പോയിരുന്നത്. ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ തനിക്ക് അവകാശമില്ലായിരുന്നല്ലോ. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ വിവാഹത്തിന് പോലും തൻ്റെ അഭിപ്രായത്തിനോ സമ്മതത്തിനോ ഒരു വിലയുമില്ലായിരുന്നു. ഒരുപാട് വായിച്ചിരുന്ന, കവിതകൾ എഴുതിയിരുന്ന, പാട്ടുകൾ പാടിയിരുന്ന ഒരുവൾ എത്ര പെട്ടെന്നാണ് അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിലേക്ക് ഒതുക്കപ്പെട്ടത്. ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്തു മാത്രം ജീവിതം ക്രമപ്പെടുത്തേണ്ടി വന്നവൾ. അക്കാലത്ത് ഗൾഫുകാരൻ്റെ ഭാര്യ എന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ കാര്യമായിരുന്നു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഭർത്താവ് നാട്ടിൽ വന്ന് പുതിയ ബിസിനസ് തുടങ്ങിയപ്പോൾ അവൾ ബ്ലേഡുകാരൻ്റെ ഭാര്യയുമായി. സാമ്പത്തികം മാത്രം മാനദണ്ഡമാക്കി ബന്ധങ്ങളെ അളക്കുന്ന ഭർത്താവിനെ ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. താൻ വായിച്ച കഥകളിലെ കഥാപാത്രങ്ങളുടെ വികാരം പോലും ഉൾക്കൊണ്ട് കണ്ണു നനച്ചിരുന്ന അവൾക്കതിനാകുമായിരുന്നില്ല. പലിശക്കാരൻ എന്നത് മറ്റുള്ളവരുടെ കണ്ണീരും വിയർപ്പും ഊറ്റിയെടുക്കുന്ന ഒരു കുളയട്ടയെ പോലെയാണ് എന്ന് അവൾക്ക് പലപ്പോഴും തോന്നിയിരുന്നു. വിവാഹത്തിന് പല പൊരുത്തങ്ങളും പരിഗണിക്കുമ്പോൾ ഒരുമിച്ച് കഴിയേണ്ടവരുടെ മാനസിക പൊരുത്തം നോക്കാൻ മാത്രം മാർഗമൊന്നുമില്ലല്ലോ എന്നവൾ പരിതപിച്ചിരുന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ തൻ്റെ അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന തോന്നൽ ശക്തമായപ്പോഴാണ് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു തൊഴിൽ സമ്പാദിക്കണമെന്ന ചിന്ത അവളിൽ ശക്തമായത്. അങ്ങനെയാണ് അവൾ പബ്ലിക് സർവീസ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുന്നതും മത്സര പരീക്ഷകൾ എഴുതി തുടങ്ങുന്നതും. ലക്ഷ്യപ്രാപ്തി വരെ പോരാടാൻ ഉറച്ച അവൾക്ക് മുന്നിൽ സർക്കാർ ജോലി എന്ന സ്വപ്ന സാഫല്യത്തിന് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. ക്ലറിക്കൽ തസ്തികയിൽ സ്വന്തം ജില്ലയിൽ തന്നെ ജോലിക്ക് കയറിയെങ്കിലും പ്രമോഷൻ ആയപ്പോൾ 300 കിലോമീറ്റർ താണ്ടി 4 ജില്ലകൾക്കപ്പുറം പോകേണ്ടി വന്നത് അവളെ സങ്കടപ്പെടുത്തിയതേയില്ല. മാത്രമല്ല അതിലവൾ ഉള്ളുകൊണ്ട് സന്തോഷിച്ചുമിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വീർപ്പുമുട്ടുന്ന അസ്വാതന്ത്ര്യത്തിൽ നിന്നും ഒരു ആശ്വാസമായാണ് അവൾക്ക് ആ മാറ്റം തോന്നിയതും. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലെ താമസവും പല ജില്ലകളിൽ നിന്നും വന്ന സുഹൃത്തുക്കളുമൊത്തുള്ള സഹവാസവും അവളെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവളാക്കി. മനസ്സിൽ വീണ്ടും കവിതയുടെ പുത്തൻ നാമ്പുകൾ മുട്ടിടാനും അവളത് രഹസ്യമായി തൻ്റെ ഡയറിയിൽ പകർത്തി വയ്ക്കാനും തുടങ്ങി. പണ്ടും എഴുത്ത് രഹസ്യമായി തന്നെയായിരുന്നു. ആദ്യമായി അവളുടെ കവിതയെഴുത്ത് കണ്ടുപിടിച്ചത് സ്റ്റെല്ലയായിരുന്നു. 2ാം വർഷ ബിരുദത്തിന് പഠിക്കുമ്പോൾ നാട്ടുകാരിയും സഹപാഠിയുമായ അവളായിരുന്നു ഒരു ദിവസം നോട്ട്ബുക്കിൻ്റെ പുറകുവശം എഴുതിയിരുന്ന കവിത കണ്ടെത്തിയത്. കോളേജ് മാഗസിനിലേക്ക് അവൾ പോലും അറിയാതെ കവിത കൊടുത്തതും സ്റ്റെല്ല തന്നെ. കവിത സെലക്ട് ചെയ്തിട്ടുണ്ടെന്നും മാഗസിനിലേക്ക് തൻ്റെ ഒരു ഫോട്ടോയും കൂടി വേണമെന്ന് പറഞ്ഞ് മാഗസിൻ എഡിറ്ററായ ജയകൃഷ്ണൻ വന്ന് ചോദിച്ചപ്പോഴാണ് അവൾ അത് അറിയുന്നത് തന്നെ. PG 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന ജയകൃഷ്ണൻ അന്നു തന്നെ ക്യാമ്പസിൽ അറിയപ്പെടുന്ന ഒരു കഥാകൃത്തായിരുന്നു. കലാലയ ലോകം, ക്യാമ്പസ് പ്ലസ് എന്നീ പത്രപംക്തികളിൽ ജയകൃഷ്ണൻ്റെ സൃഷ്ടികൾ പലതവണ അച്ചടിച്ചു വന്നിരുന്നു. അങ്ങനെയാണ് ജയകൃഷ്ണനുമായി താൻ പരിചയപ്പെടുന്നത്. താല്പര്യങ്ങളിലെ സമാനത കൊണ്ടാവാം അയാളുമായി പെട്ടെന്നടുത്തത്. പലപ്പോഴും കോളേജ് ലൈബ്രറിയിൽ വച്ച് തമ്മിൽ കണ്ടു. വായിച്ച പുസ്തകങ്ങളെപ്പറ്റി അഭിപ്രായം പങ്കുവച്ചു. ഇത് വെറും സൗഹൃദമല്ലെന്നും പ്രണയത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെന്നും പറഞ്ഞ് സ്റ്റെല്ല പലപ്പോഴും തന്നെ കളിയാക്കുമായിരുന്നു. പതിഞ്ഞ സ്വഭാവക്കാരനും മിതഭാഷിയുമായ ജയകൃഷ്ണനെ താൻ രഹസ്യമായി പ്രണയിച്ചിരുന്നു എന്നത് തനിക്ക് മാത്രം അറിയാവുന്ന കാര്യവുമായിരുന്നു. ജയകൃഷ്ണനും തന്നോട് അങ്ങനെ ഒരു താല്പര്യമുണ്ടെന്ന് പലതവണ തോന്നിയിട്ടുമുണ്ട്. പക്ഷേ പരസ്പരം ഒന്നും തുറന്നു പറഞ്ഞിരുന്നില്ല എന്ന് മാത്രം. കോളേജിലെ അവസാന നാളുകളിൽ ലൈബ്രറിയിൽ പുസ്തകം തിരിച്ചേൽപ്പിക്കാനെത്തിയ തൻ്റെ കയ്യിൽ
MTയുടെ മഞ്ഞു കണ്ട ജയകൃഷ്ണൻ വിമല ടീച്ചറുടെ കാത്തിരിപ്പിനെ കുറിച്ച് വാചാലനായി. അതായിരുന്നു അവസാന കൂടിക്കാഴ്ച. എത്രയോ വർഷങ്ങൾക്കു ശേഷമാണ് ഇന്നലെ തീർത്തും അപ്രതീക്ഷിതമായി കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വച്ച് രാത്രി ജയകൃഷ്ണനെ കണ്ടുമുട്ടിയത്. കനത്ത മഴ മൂലം എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ ക്യാൻസൽ ചെയ്തതിനാൽ തലശ്ശേരിയിൽ നിന്നുള്ള തൻ്റെ യാത്ര പാതി വഴിയിൽ മുടങ്ങി. രാത്രി ഏറെ വൈകി വന്ന ബസ്സിൽ ഒന്നും തന്നെ കാലുകുത്താൻ ഇടമില്ലാതെ വാഗൺ ട്രാജഡിയെ അനുസ്മരിപ്പിക്കും വിധം ട്രെയിൻ യാത്രികർ തിങ്ങി നിറഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ആകെ വിഷമാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ശാലിനിന്ന് വിളിച്ചുകൊണ്ട് ജയകൃഷ്ണൻ തൻ്റെ അടുത്തേക്ക് വന്നത്. ഹോസ്ദുർഗിലാണ് താൻ ജോലി ചെയ്യുന്നതെന്നും സർവീസിൽ കയറിയത് വളരെ വൈകിയാണെന്നും നാട്ടിലേക്കുള്ള യാത്ര പാതി വഴിയിൽ മുടങ്ങി വിഷമിച്ചു നിൽക്കുകയായിരുന്നു താനെന്നും ജയകൃഷ്ണൻ പറഞ്ഞു. പുറത്ത് മഴ തകർത്തു പെയ്യുന്നുണ്ടായിരുന്നു. വർഷങ്ങളുടെ വിശേഷങ്ങൾ ഇരുവരും പങ്കുവച്ചു. അപ്പോൾ മാത്രമാണ് താൻ അറിയുന്നത് വിവാഹാലോചനയുമായി ജയകൃഷ്ണൻ അയച്ച ഇടനിലക്കാരനെ തൊഴിലിൻ്റെയും കുടുംബമഹിമയുടെയും അന്തരം പറഞ്ഞ് തൻ്റെ അച്ഛൻ ആട്ടിപ്പായിച്ച കഥ. ജയകൃഷ്ണൻ നിരാശയോടെ ചിരിച്ചു. തൻ്റെ ഉള്ളിലും എവിടെയൊക്കെയോ ഒരു നീറ്റൽ താൻ അനുഭവിച്ചറിഞ്ഞു. കാറ്റും മഴയും ശക്തമായി. ഏതൊക്കെയോ ഷെഡ്യൂളുകൾ കട്ട് ചെയ്തതായി അറിയിപ്പ് മുഴങ്ങുന്നു. ബസ് സ്റ്റാൻഡിലെ തിരക്കിൽ ഇന്ന് നാട്ടിലേക്ക് മടങ്ങാനാവില്ലെന്നുറപ്പായി. ഈ രാത്രി നമുക്ക് എവിടെയെങ്കിലും തങ്ങിയാലോ? രാവിലെ പുറപ്പെടാം എന്ന് താൻ ചോദിച്ചപ്പോൾ അയാൾ അത് സമ്മതിച്ചു. ഓട്ടോയിൽ നനഞ്ഞ് 3-4 ഹോട്ടലുകൾ കയറിയെങ്കിലും എങ്ങും മുറി ഒഴിവുണ്ടായിരുന്നില്ല. എല്ലാ സ്ഥലത്തും 2 സിംഗിൾ റൂം കിട്ടുമോ എന്നാണ് ജയകൃഷ്ണൻ അന്വേഷിച്ചിരുന്നത്. അവസാനം കയറിയ സ്ഥലത്ത് ഒരു ഡബിൾ റൂം മാത്രമാണ് ഒഴിവുണ്ടായിരുന്നത്. ഓട്ടോയിൽ വെയിറ്റ് ചെയ്ത തൻ്റെ അടുത്തയാൾ അത് നിരാശയോടെ പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല എന്ന് താനാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഈ തിരക്കിൽ അതും നഷ്ടപ്പെട്ടാലോ എന്നാണ് അപ്പോൾ ചിന്തിച്ചത്. അങ്ങനെ അപരിചിതമായ നഗരത്തിൽ അപരിചിതമായ ചുറ്റുപാടിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സൗഹൃദത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ അഭയം തേടി. എന്തിനായിരുന്നു താൻ അങ്ങനെ തീരുമാനിച്ചത്? തണുത്തു വിറച്ചെങ്കിലും ആ ബസ് സ്റ്റാൻഡിൽ രാത്രി കഴിച്ചു കൂട്ടിയാൽ മതിയായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു. ഇനി എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മനസ്സിൻ്റെ അസ്വസ്ഥത കൂടുന്നതല്ലാതെ ഒരു പോംവഴിയും മുന്നിൽ തെളിയുന്നുമില്ല. റൂമിൽ കയറിയ ഉടൻ 2 കട്ടിലും റൂമിൻ്റെ 2 ഭാഗങ്ങളിലേക്ക് വലിച്ചു മാറ്റുന്ന ജയകൃഷ്ണനെ കണ്ടപ്പോൾ തനിക്ക് ചിരിയടക്കാനായില്ല. താൻ ഫ്രഷായി ഡ്രസ്സ് മാറി വരുമ്പോൾ ജയകൃഷ്ണൻ കുറച്ച് ഗുളികകൾ കഴിക്കുന്നത് കണ്ടു. എന്താണ് അസുഖം എന്ന് ചോദിച്ചപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഇടയ്ക്ക് ഹൃദയം ഒന്ന് പണിമുടക്കിയെന്നും ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല എന്നും മറ്റും. കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഭക്ഷണ രീതിയെപ്പറ്റി താൻ പറഞ്ഞപ്പോൾ തൻ്റെ കാര്യത്തിൽ സ്ട്രെസ്സാണ് വില്ലനെന്നും മാനസിക സമ്മർദ്ദം ഒരാളെ എങ്ങനെ രോഗിയാക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് താനെന്നും ജയകൃഷ്ണൻ പറഞ്ഞു. അത് ശരിയായിരുന്നു. രൂപത്തിലും ഭാവത്തിലും ജയൻ ഒരുപാട് മാറിയിരുന്നു. മാനസിക സമ്മർദ്ദത്തിൻ്റെ കാരണം ചോദിച്ചപ്പോൾ വിഷമത്തോടെ മടിച്ചാണ് ജയകൃഷ്ണൻ തൻ്റെ വഴക്കാളിയായ ഭാര്യയെക്കുറിച്ച് പറഞ്ഞത്. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം പൊട്ടിത്തെറിക്കുന്ന, എല്ലാവരെയും വെറുപ്പിക്കുന്ന, നിസ്സാര കാര്യത്തിന് പോലും എല്ലാവരോടും വഴക്കുണ്ടാക്കുന്ന തൻ്റെ ഭാര്യ തൻ്റെ കുടുംബത്തിലുണ്ടാക്കുന്ന അസ്വസ്ഥതകളെക്കുറിച്ച് അങ്ങനെ കുട്ടികളെ മാത്രം ഓർത്താണ് അയാൾ അവളെ സഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. കുറച്ചുനാൾ പാരലൽ കോളേജ് അധ്യാപകനായിരുന്നതിനാൽ നാട്ടിൽ ഒരുപാട് ശിക്ഷകണങ്ങളുള്ള അയാളെ ഏതെങ്കിലും ഒരു പെൺകുട്ടി വഴിയിൽ വെച്ച് ചിരിച്ചു കാണിച്ചാൽ അന്ന് അയാൾക്ക് ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. അതിനവൾ സമ്മതിക്കില്ലെന്നും നാട്ടിലായിരിക്കുമ്പോൾ ഓഫീസിൽ നിന്നും ഔദ്യോഗിക കാര്യങ്ങൾക്കായി വനിതാ ജീവനക്കാരാരെങ്കിലും വിളിച്ചാൽ പോലും തൻ്റെ രഹസ്യ കാമുകിയല്ലേ അതെന്നും പറഞ്ഞ് അവൾ ബഹളം വയ്ക്കുന്ന കാര്യവുമെല്ലാം പറഞ്ഞപ്പോഴാണ് അയാൾ 2 സിംഗിൾ റൂം തിരക്കി നടന്നതിൻ്റെ ഗൗരവം തനിക്ക് മനസ്സിലായത്. വെളുപ്പിനെണീറ്റ് ആദ്യ വണ്ടിക്ക് തന്നെ പുറപ്പെടാമെന്ന് തീരുമാനിച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടക്കുമ്പോൾ ഓർത്തത് പുറമേ ചിരിച്ചു കാണുന്ന ഓരോ മനുഷ്യനും ഉള്ളിൽ പേറുന്ന നെരിപ്പോടുകളെക്കുറിച്ചാണ്. ക്ഷീണം കാരണം വേഗത്തിൽ ഉറക്കത്തിലേക്ക് വഴുതി വീണു. വെളുപ്പിന് എന്തോ ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന് ലൈറ്റിട്ട് ഒരു കവിൾ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ജയകൃഷ്ണനെ ശ്രദ്ധിച്ചത്. അയാളുടെ കിടപ്പിൽ എന്തോ അസ്വാഭാവികത തോന്നി. അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ്
പാതി കണ്ണു തുറന്ന് ചുണ്ടിൻ്റെ കോണിലൂടെ രക്തം തലയിണയിലേക്ക് ഒഴുകിപ്പടർന്നു കിടക്കുന്ന കാഴ്ച കണ്ടത്. ഞെട്ടിത്തരിച്ചുകൊണ്ട് ഭയവിഹ്വലയായ താൻ അയാളെ തൊട്ടുനോക്കിയപ്പോൾ ആ ശരീരം തണുത്ത് മരവിച്ചു കഴിഞ്ഞിരുന്നു. ശരീരം ആസകലം ഒരു വിറയൽ, തല കറങ്ങുന്നത് പോലെ. റിസപ്ഷനിൽ അറിയിക്കാമെന്നാണ് ആദ്യം കരുതിയത്. ഉടനെ ആ തീരുമാനം വേണ്ടെന്ന് വച്ചു. ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. മുൻ പരിചയക്കാരായ തങ്ങൾ ദൂരദേശത്ത് ഒരേ മുറിയിൽ തങ്ങിയതിനെക്കുറിച്ച് അയാളുടെ കാമുകിയെ തപ്പി നടന്ന ഭാര്യയുടെ മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ താൻ നിൽക്കേണ്ടി വരില്ലേ? ഒന്നും അറിയാതെ മനസ്സ് വിഷമിച്ച് ജീവൻ വെടിഞ്ഞ അയാളുടെ പൂർവ്വകാല ജീവിതത്തെ താനുമായി ബന്ധപ്പെടുത്തി ആയുഷ്കാലം മുഴുവൻ ജയകൃഷ്ണനെ കുറ്റപ്പെടുത്തുവാനായിരിക്കും അയാളുടെ ഭാര്യ ശ്രമിക്കുക. താനായിട്ട് അതിനൊരവസരം ഒരുക്കേണ്ട. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. തൻ്റെ സാധനങ്ങളെല്ലാം ബാഗിലാക്കി എത്രയും വേഗം സ്ഥലം വിടാനാണ് അപ്പോൾ തോന്നിയത്. സമയം 5 ആകുന്നു. കതക് ചാരി പുറത്തേക്കിറങ്ങി വിജനമായ വരാന്തയിലൂടെ റിസപ്ഷനിലെത്തുമ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്കാരൻ പയ്യൻ നല്ല ഉറക്കമായിരുന്നു. സാരി തലവഴി മൂടി വേഗം പുറത്തു കടന്നു. ഏതാണ്ട് ഒരു ഉന്മാദാവസ്ഥയിലാണ് എങ്ങോട്ടെന്നില്ലാതെ റോഡിലൂടെ മുന്നോട്ട് പോയത്. ആദ്യം കണ്ട ഓട്ടോയ്ക്ക് കൈ കാണിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയതൊക്കെ അർദ്ധബോധാവസ്ഥയിലായിരുന്നു. നഗരത്തിലെ ഹോട്ടൽ മുറിയിൽ ഒരാൾ മരിച്ച നിലയിൽ. രാത്രി അയാളുടെ കൂടെ ഒരു യുവതിയുണ്ടായിരുന്നുവെന്നും അവരെ കാണാനില്ലെന്നും ഹോട്ടൽ ജീവനക്കാരുടെ മൊഴി. ഞെട്ടിപ്പോയി. ബസ്സിൽ തൊട്ടടുത്ത സീറ്റിൽ ഇരുന്നയാൾ മൊബൈലിൽ വാർത്ത കാണുകയാണ്. വാർത്ത തുടരുന്നു. റിസപ്ഷനിലെ ക്യാമറയിൽ പതിഞ്ഞ യുവതിയുടെ ചിത്രത്തിൽ മുഖം വ്യക്തമല്ല. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് സമീപത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുവാൻ നടപടികൾ തുടങ്ങി. ബാഗിൽ നിന്നും ഒരു മാസ്ക് എടുത്ത് ധരിച്ചുകൊണ്ട് സാരി ഒന്നുകൂടി തലവഴി മൂടി അവളിരിക്കുമ്പോൾ അടുത്തിരുന്ന സ്ത്രീ പറയുന്നുണ്ടായിരുന്നു, ഈ നാഷണൽ ഹൈവേയുടെ ഒരു പണി, എന്തു പൊടിശല്യമാ, മാസ്ക് തന്നെ രക്ഷ.